ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് തിരുസഭ വചന വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈശോ പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. തുടർന്ന് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിക്കുന്നു. ഏറ്റവും മനോഹരവും ലളിതവുമായ പ്രാർത്ഥനകളിലൊന്നാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചുകൊണ്ടാണ്. പിതാവ് എന്ന വാക്കിന് പകരമായി കുറച്ചുകൂടി ഹൃദ്യമായ അനുദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന വാക്ക് അപ്പച്ച, അപ്പ അല്ലെങ്കിൽ പപ്പ എന്നൊക്കെയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് കുറച്ചുകൂടി അടുപ്പം തോന്നും. കഴിഞ്ഞ ഞായറാഴ്ച ലോകം ഫാദേഴ്സ് ഡേ ആയി ആചരിക്കുകയായിരുന്നു. അപ്പച്ചന്മാരുടെ ഒപ്പമുള്ള ചിത്രങ്ങൾ കൊണ്ട് അന്നേ ദിനം പലരുടെയും സോഷ്യൽ മീഡിയ നിറഞ്ഞു. ഭൂമിയിലെ അപ്പന്മാർക്ക് ഹൃദയത്തിൽ നിറയെ സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അവർ പിശുക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ സ്നേഹത്തെ ഏവരും പാടി പുകഴ്ത്താറുണ്ട്. എന്നാൽ അപ്പന്മാരെ അങ്ങനെയധികം എഴുത്തുകാർ എടുത്തുയർത്താറില്ല. ലോകത്തുള്ള ഭൂരിഭാഗം അപ്പന്മാരും കുറേയൊക്കെ റഫ് ആൻഡ് ടഫ് ടൈപ്പ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല. ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം, മറ്റു ചില കാരണങ്ങളാവാം. എന്തായാലും അപ്പന്മാരുടെ സ്നേഹത്തിൽ മുങ്ങിക്കൊളിച്ചവർ കുറവായിരിക്കും. ലോക പ്രശസ്ത എഴുത്തുകാരനായ പൗലോ കൊയ്ലോ എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അപ്പൻ ആലിപ്പഴവും അമ്മ മഴയുമാണെങ്കിൽ ചന്നം പിന്നം പെയ്യുന്ന മഴയേക്കാൾ കുട്ടികൾക്കിഷ്ടം വല്ലപ്പോഴും പെയ്യുന്ന ആലിപ്പഴമായിരിക്കും. അമ്മമാർക്ക് വേദനിക്കുന്നെങ്കിൽ ക്ഷമിക്കുക. പൗലോ കൊയ്ലോയുടെ ഈ വാക്കുകൾ ഞാനൊരിക്കൽ ഒരു വിശുദ്ധ ബലിയുടെ ആമുഖത്തിൽ പറഞ്ഞപ്പോൾ തുടർന്ന് വന്ന പ്രസംഗകനായ അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഏറെ വർഷങ്ങൾ യൂറോപ്പിലായിരുന്നു. ആലിപ്പഴ വർഷം എപ്പോഴും അച്ഛൻ പറഞ്ഞതുപോലെ അത്രയ്ക്കങ്ങ് സുന്ദരമായ കാര്യമല്ല. ഒരിക്കൽ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന എൻ്റെ കാറിന് ആലിപ്പഴ വർഷത്തിൽ കാര്യമായ കേട് പറ്റിയിട്ടുണ്ട്. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. സ്വന്തം അപ്പന്മാരിൽ നിന്ന് കാര്യമായ പരിക്ക് മനസ്സിന് പറ്റിയിട്ടുള്ള മനുഷ്യരുണ്ട്. എന്നിട്ടും ആരെങ്കിലും സ്വന്തം അപ്പനെ വിളിച്ചധിക്ഷേപിച്ചാൽ അവർ കോപിക്കും. ഭൂമിയിലൊരു പെർഫെക്റ്റ് അപ്പനെ നമുക്ക് കണ്ടുകിട്ടുകയില്ല. പക്ഷേ സ്വർഗത്തിലെ അപ്പൻ പരിപൂർണനാണ്. ഈശോ പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്നാണ്. സ്വർഗത്തിലെ അപ്പനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈശോയ്ക്ക് 100 നാവാണ്. കാരണം ഈശോ ആ സ്വർഗസ്ഥനായ അപ്പൻ്റെ ഒപ്പം ഇരുന്ന് സ്നേഹം ആവോളം അനുഭവിച്ചതാണ്. നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ ഏറ്റവും അധികം തവണ ചൊല്ലുന്ന പ്രാർത്ഥനകളിലൊന്നാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. അതിൻ്റെ ആദ്യ വാക്കുകൾ തന്നെ മനസ്സറിഞ്ഞ് ചൊല്ലുകയാണെങ്കിൽ, അതായത് സ്വർഗസ്ഥനായ പിതാവേ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഈശോ അനുഭവിച്ച ആ അപ്പൻ്റെ സ്നേഹം നമുക്കേവർക്കും ആ സ്വർഗീയ അപ്പനിൽ നിന്ന് ചൊരിഞ്ഞു കിട്ടുമെന്ന് തീർച്ചയാണ്.